श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാമായണം കുടുംബ ബന്ധങ്ങൾക്ക് മാതൃകയായതാണെന്ന് പലരാലും നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാമായണത്തിൻ്റെ കഥാപാത്രങ്ങൾ രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഒന്ന് രാമൻ്റെ വഴി, മറ്റൊന്ന് രാവണൻ്റെ വഴി. ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ആ വഴികൾ തിരഞ്ഞെടുക്കാം. ഏത് വഴി വേണം? ഇപ്പം ദശരഥൻ ഒരു വഴിയുണ്ട്. എന്തുകൊണ്ട് ദശരഥൻ ശ്രീരാമചന്ദ്രാദികളുടെ പിതാവായിട്ട് പോലും ഈ ലോകത്തെവിടെയും ദശരഥനൊരു അമ്പലമില്ല. ദശരഥനെയോ ധൃതരാഷ്ട്രയോ ആരും പൂജിക്കുന്നില്ല. കാരണം എന്താണ് ദശരഥൻ എന്ന പിതാവിന് ആദരിക്കാനില്ലാത്ത ചില ദോഷങ്ങളുണ്ടായത്? ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, അത് ഓരോ ഘട്ടത്തിൽ ആചരിക്കേണ്ടതാണ്. ദശരഥൻ വർണ്ണാശ്രമ നിയമങ്ങൾ പാലിച്ചില്ല. വാനപ്രസ്ഥിയാകേണ്ട സമയത്ത് ഒരുപക്ഷെ മഹാഭാരതം അതിന് ശരിയായ രീതിയിലുള്ള ചില പാഠങ്ങൾ നൽകിയിരുന്നു. ഭരതനും അങ്ങനെ പല രാജാക്കന്മാരും അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് വിട കൊടുത്ത് അടുത്ത തലമുറയ്ക്ക് രാജ്യാവകാശം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ഈ ഒട്ടി നിന്നാൽ ദശരഥന് പറ്റിയ വിനകളുണ്ടാകും. ഒരു ശാപഭാരം പേറി വരുന്ന ആളാണല്ലോ ദശരഥൻ. ശബ്ദവേദിനി അറിഞ്ഞിട്ടും ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഒരു മുനികുമാരൻ കുടത്തിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് ആനയെ ലക്ഷ്യമാക്കി ചെയ്തത് മുനികുമാരനാണ് കൊണ്ടത്. അരുതുകൾ പാലിക്കാനുള്ളതല്ല. സന്ധ്യക്ക് നായാടരുത്, ക്രൂരമൃഗങ്ങളെ മാത്രമേ നായാടാൻ പാടുള്ളൂ. ഇതൊക്കെ ദശരഥൻ മറന്നുപോയി. അപ്പം ദശരഥൻ ഒരു ശാപജന്മമാണെന്ന് പറയാം. രാമായണം പഠിപ്പിക്കുന്നത് ഏത് സന്ദർഭത്തിലും നമുക്ക് ശാപം കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ തലമുറ, പ്രത്യേകിച്ച് ജെൻസി എന്നൊക്കെ പറയുന്ന കുട്ടികൾ അവരുടേതായ ചില സ്വഭാവ വ്യത്യാസങ്ങൾ കൊണ്ട് പലരുടെയും മുതിർന്നവരുടെയൊക്കെ ശാപങ്ങൾ ഉണ്ടാകാം. അത് അവർക്ക് വലിയ ദുരന്തത്തിനും ശിക്ഷയ്ക്കും കാരണമാകും. എന്നിവിടെ ദശരഥന് കിട്ടിയ ശാപം, നീയും ഒടുവിൽ പുത്രദുഃഖം കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കട്ടെ എന്ന്. ആ ശാപം ഉള്ളിൽ എപ്പോഴും കൊണ്ടു നടന്ന ദശരഥൻ അതുപോലെ തന്നെ 4 മക്കളും അടുത്തില്ലാതെ, ലോകപ്രസിദ്ധരായ 4 മക്കളും അടുത്തില്ലാതെ ഹൃദയം പൊട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ഇത് അയോധ്യാകാണ്ഡത്തിൽ നൽകുന്ന പാഠമാണ്. ഓരോ കാണ്ഡവും ഓരോരോ പാഠങ്ങളുണ്ട്. ദശരഥൻ്റെ ഭയം, പല ഭയങ്ങളുമുണ്ട്. എന്തുകൊണ്ട് പൊടുന്നനെ ഒരു അഭിഷേകം തീരുമാനിച്ചു? കൈകേയി വിവാഹം ചെയ്യുന്ന സമയത്ത് കൈകേയ രാജാവിന് വാക്ക് കൊടുത്തിരുന്നു, ഇതിലുണ്ടാവുന്ന കുട്ടിക്ക് ഞാൻ രാജ്യം കൊടുക്കുമെന്ന്. രണ്ടാമത്തെ ദശരഥൻ്റെ പെരുമാറ്റം, ഇത്രയും വലിയൊരു വിവാഹ കാര്യം നടക്കുമ്പോൾ ബന്ധുക്കളെ പോലും അറിയിച്ചില്ല. മക്കളുടെ അച്ഛന്മാരായ ശ്രീരാമ ലക്ഷ്മണാദികളുടെ ഭാര്യമാരുടെ പിതാക്കളെ ജനക മഹാരാജാവിനെ അറിയിച്ചില്ല. ആലോചിച്ച് നോക്കൂ, മകളുടെ ഭർത്താവ് നാളെ രാജ്യഭാരം ചെയ്യുന്നു, രാജകുമാരനായ അഭിഷേകം ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയിച്ചില്ല. കൈകേയ രാജാവിന് ഒട്ടും അറിയിച്ചില്ല. മക്കളെ പോലും അറിയിച്ചില്ല. ഭരതനെയും ശത്രുഘ്നെ അറിഞ്ഞിട്ടില്ല. എന്താണ് ഈ സന്ദർഭത്തിൽ നൽകുന്ന പാഠം? എന്തുകൊണ്ട് ഇത് ദുരന്തത്തിൽ കലാശിച്ചു? വേണ്ട രീതിയിൽ ആലോചിച്ച് സമയമെടുത്ത് മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നാളെ ഒരു രാജ്യത്തിൻ്റെ കിരീടാവകാശിയെ രാജാവ് നിശ്ചയിക്കുമ്പോൾ മക്കളറിയണം, ബന്ധുക്കൾ അറിയണം, അത് സാവകാശമായിരിക്കണം. ഒരുപക്ഷേ ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും രാമനുമുള്ള ഒരു സഭയിൽ വെച്ചാണ് ദശരഥൻ ഇത് പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ മന്ധരിയോ കൈകേയിയോ അതിന് തടസ്സം നിൽക്കാനുള്ള വാദങ്ങളായിട്ട് വരില്ല. കാരണം ഭരതൻ തന്നെ അമ്മയെ താക്കീത് ചെയ്യും.
ഭരതൻ ഒരിക്കലും എത്ര അമ്മയോ അമ്മയുടെ അച്ഛനോ വാക്ക് കൊടുത്താലും അർഹിക്കാത്ത അധികാരം രാമന് കിട്ടുന്ന ആ എന്താ പറയുക നിയോഗത്തെ ഇല്ലാതാക്കാൻ ഭരതൻ എന്ന അനുജൻ തയ്യാറാവില്ലായിരുന്നു. അതൊക്കെ ദശരഥന് പറ്റിയ പാകപ്പിഴകളാണ്. ഈ പാകപ്പിഴകൾ എങ്ങനെ ഉണ്ടാകാതിരിക്കാമെന്ന് രാമായണം പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് പഠിച്ചു മാത്രം തീരുമാനിക്കണം. അടിവരയിടേണ്ട ഒരു കാര്യമാണ്. കാര്യങ്ങൾ യഥാവിധി ചിന്തിച്ച് മാത്രം ചെയ്യണം. ഒന്നും ചിന്തിക്കാതെ കൈകേയി എടുത്തു ചാടുന്ന അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ദുഃഖമല്ല, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ദുഃഖമല്ല, സമസ്ത ചരാചരങ്ങൾക്കും ദുഃഖമുണ്ടാക്കുന്നൊരു തീരുമാനം അതിന് കാരണക്കാരൻ ദശരഥനാണെന്ന് നിസ്സംശയം പറയാം. രാമൻ കാട്ടിലേക്ക് പോവാണ്. ഈ ധീരന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ധീരന്റെ ലക്ഷണം? ധീരലക്ഷണം ഒന്ന് നിശ്ചയദാർഢ്യമാണ്. പലരുടെ അഭിപ്രായങ്ങളുണ്ടാവും. ചില ആളുകളുണ്ട് ഓരോരാൾ പറയുന്ന അഭിപ്രായം സ്വീകരിച്ച് അവസാനം കാക്ക അരയന്നത്തെ പോലെയായ കഥ പോലെയാവും. നിന്റെ നടത്തം അരയന്നത്തെ പോലെയുണ്ട്, നിന്റെ നിറം കൊക്കിനെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ട് കൊതിയും ദുരയും മൂത്ത കാക്ക അരയന്നമാകാൻ ശ്രമിച്ച് കടലിൽ വീണ് മരിച്ചതുപോലെയാകും ഓരോരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അഭിപ്രായം സ്വീകരിച്ച്. രാമനെ തടസ്സം നിൽക്കാൻ യുക്തിവാദിയായ, നിരീശ്വരവാദിയായ, ഭൗതികവാദിയായ ജാബാലി വരെ പഠിച്ച പണി എടുത്തിട്ടും രാമൻ്റെ നിശ്ചയദാർഢ്യത്തിൽ ഇളക്കമുണ്ടാവുന്നില്ല. അത് ധീരന്റെ ലക്ഷണമാണ്. കർമ്മധീരന്മാർ, കർമ്മയോഗികൾ, മഹാപരിശ്രമശാലികൾ എന്നൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ. രാമൻ കർമ്മധീരനും കർമ്മയോഗിയുമാകുന്നു. രാമൻ സന്യാസിയല്ല. നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ രാമൻ്റെ വേഷം കാഷായമെടുത്ത് രുദ്രാക്ഷമാല കഴുത്തിലിട്ട് ജഡയൊക്കെ നല്ല രീതിയിൽ സന്യാസിമാരെ പോലെ കെട്ടിവെച്ച് കണ്ടാൽ ചിലവർ ഒരു സന്യാസി എന്താ അത് ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ, കബന്ധനെ കൊല്ലാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ കൊല്ലാൻ പാടുണ്ടോ? രാമൻ ഋഷിവേഷം കെട്ടിയ ക്ഷത്രിയനാണ്. ഋഷിവേഷം കിട്ടിയത് കാട്ടിനനുസരിച്ച് രാജാവിൻ്റെ പളപളപ്പുള്ള വസ്ത്രങ്ങളൊന്നും പറ്റില്ല. പരുക്കനായ കാവ്യൊടുത്ത് രുദ്രാക്ഷം ലളിതമായ മാലയണിഞ്ഞ് ആഭരണമണിഞ്ഞ് പശ കൊണ്ട് മുടിയൊക്കെ ഒട്ടിച്ചു വെച്ച ക്ഷാത്രവീര്യമുള്ള ക്ഷത്രിയനായ ഋഷിയാണ് രാമൻ എന്ന് പറയാം. അതുകൊണ്ട് ധീരലക്ഷണത്തിൽ കർമ്മപന്ഥാവിലൂടെ രാമൻ മുന്നോട്ട് പോകുമ്പോൾ ആ നിശ്ചയദാർഢ്യം, കാട്ടിൽ ഇനി വന്യമൃഗങ്ങളുണ്ടാകുമെന്നോ കാട്ടിൽ ഘോര അസുരന്മാരുണ്ടാകുമെന്നോ ഇത്തരം ഒരു ചിന്തകളും രാമനെ വേട്ടയാടിയില്ല. എല്ലാവരുടെയും അഭിപ്രായം കേട്ടു. തനിക്ക് ശരി, അതാണ് ധീരലക്ഷണം. തനിക്ക് ശരി, അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ സ്വീകരിച്ച് ആ ശരിയിലൂടെ പോകാൻ രാമൻ നമുക്ക് ഈ പ്രവൃത്തിയിലൂടെ മാതൃക കാണിക്കുകയായിരുന്നു. ഇവിടെ ഈ ദൃഢനിശ്ചയത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് പറയുന്നത് ശ്രീരാം മാത്രമല്ല, ലക്ഷ്മണനും അതെ. രാമൻ്റെ കൂടെ ലക്ഷ്മണനെ ചർച്ച ചെയ്യാതിരുന്നുകൂടാ. കല്യാണം കഴിഞ്ഞിട്ട് അത്രയേ ആയിട്ടുള്ളൂ. പക്ഷേ നിഴല് പോലെയല്ല രാമൻ്റെ കൂടെ തന്നെ പോകുന്ന ലക്ഷ്മണൻ. ഒറ്റക്കൊരു മഹാകാര്യം ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പം കൂടെ ഒരാളുണ്ടെങ്കിൽ ഒരു കൈ ഉള്ള ഒരാളല്ല, രണ്ട് കൈകൾ പോലെ ആ രണ്ട് കൈകളായിട്ട് രാമ ലക്ഷ്മണന്മാർ പോകുന്നതും ഈ ദൃഢനിശ്ചയത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. 10 തലയാണ് രാവണന്. ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, വ്യാകരണം 6, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം 4. ഇത്രയും ജ്ഞാനത്തിൻ്റെ 10 തലകളും പ്ലസ് അഹങ്കാരവും ചേർത്താൽ അതിലുണ്ടാവാൻ പാടില്ലാത്തതാണ് അഹങ്കാരം. ആ അഹങ്കാരം കൂടി അതിന് ചേർന്നത് കൊണ്ടാണ് അത് രാവണനായി പോയത്. അല്ലെങ്കിൽ രാവണനെ പോലെ വലിയ കലാകാരനില്ല, കവിയില്ല, പണ്ഡിതനില്ല. ഇതെല്ലാം യശസ്സിനെ കളങ്കമാക്കിയത് അഹങ്കാരം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, രാവണനെ പോലുള്ള ചില ഈ അടുത്ത കാലത്തൊക്കെ ഒരു ചർച്ചയുണ്ട്.
ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ തൊടാതിരുന്ന രാവണനാണ് നമുക്ക് മാതൃക എന്ന് ചില വാട്സപ്പ് സന്ദേശങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ചിന്തിക്കും, സീതയെ രാവണൻ തൊട്ടില്ലല്ലോ എന്ന്. രാവണൻ ലോകത്തൊരു പെണ്ണിനെയും തൊടാതിരുന്നില്ല, സീതയൊഴിച്ച്. അതിനൊരു കാരണമുണ്ട്. അത് രാവണന് കിട്ടിയൊരു ശാപമാണെന്ന് രാവണന് തന്നെ അറിയാം. ഹേ രാവണ, നീ ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ ഇനി ഏതെങ്കിലും ഒരു പെണ്ണിനെ തൊട്ടാൽ നിന്റെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ. ആ ശാപത്തിൻ്റെ പേടി കൊണ്ടാണ് രാവണൻ ലങ്കയിൽ സീതയെ തൊടാതിരുന്നത്. ആ ഒരു കൊല്ലവും സീതയെ പ്രലോഭിപ്പിച്ചും ആക്രമിച്ചിട്ട് സീതയെ വേണ്ട വിധത്തിൽ അപമാനിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ചുറ്റിലും രാക്ഷസികളെ കാവൽ നിർത്തിയിട്ട്, മാന്യന്മാരങ്ങനെയല്ലല്ലോ ചെയ്യാൻ, തനിക്ക് വശകതനാക്കാൻ ഓരോ ദിവസവും വന്ന് മോഹങ്ങൾ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് രാമൻ്റെ തല കൊണ്ട് മുന്നിലിട്ട് രാമൻ മരിച്ചു എന്ന് വ്യാജപ്രചരണം അഴിച്ചു വിട്ടിട്ട് തനിക്ക് വശകതയാക്കാൻ നിന്നവനാണ് രാവണൻ. അല്ലാതെ മാന്യത കൊണ്ട് സീതയെ തൊടാതിരുന്നതല്ല. രാമനിൽ നിന്ന് രാവണത്വത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്, രാവണത്വത്തിൽ നിന്ന് രാമനിലേക്കാണ്. ഇന്നത്തെ എപ്പിസോഡ് എഴുന്നേർത്തുന്നു. നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.